ഒരിക്കൽ കൂടി കലാമേള മലപ്പുറത്തെത്തുമ്പോൾ വൻ ജനാവലിയെയാണ് മലപ്പുറത്ത് പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിലെ അനുഭവവും അതാണ്. നിറഞ്ഞു കവിയുന്ന സദസ്സ് കലോത്സവ വേദികളിൽ മലപ്പുറത്തിന്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നടന്ന കലോത്സവത്തിൽ 776 പോയിന്റുമായി 3ാം സ്ഥാനത്തെത്തിയത് മലപ്പുറം ജില്ലയുടെ ആവേശമേറ്റുന്നു. സ്വന്തം മണ്ണിൽ കിരീടം ചൂടാനാവുമെന്ന പ്രതീക്ഷയും മലപ്പുറത്തിന്റെ മനസ്സിലുണ്ട്. എന്നാൽ പട്ടണത്തിലെ സൗകര്യക്കുറവുകളും വേദികൾ തമ്മിലുള്ള അകലവും കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പ് സംബന്ധിച്ച് ആശങ്കയുയർത്തുന്നുണ്ട്. ഇതേസമയം 1ാം വേദിക്കായി കൂറ്റൻ പന്തലാണ് ഒരുങ്ങുന്നത്. കലോത്സവ വേദികൾ നിറയുമെന്ന കാര്യത്തിൽ മലപ്പുറം നിവാസികൾക്ക് ഒട്ടും ആശങ്കയില്ല. ഈ മലപ്പുറത്ത് മേളായതുകൊണ്ട് നല്ല പന്തൽ നിറയുന്ന ആളുകളുണ്ടാവും. പന്തൽ തിരുവിലും ഇതുമാതിരി പന്തൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഈ മേള മലപ്പുറത്തായതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഇവിടെ ഓഡിയൻസ് കൂടുതലുണ്ട്. കലോത്സവം ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാനാവും. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. നല്ല കാഴ്ചപ്പാടോടി അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലൊരു ഇത് കാണുമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹം. കലോത്സവം ഇവിടെ വരട്ടെ, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവരും സഹകരണം അതിന് വേണം. തൃശ്ശൂരിൽ നിന്ന് നിങ്ങളിവിടെ വന്നിട്ടില്ലേ? അത് കലോത്സവത്തിൻ്റെ വലിപ്പം കൊണ്ടാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കലോത്സവത്തെ വരവേൽക്കാനായി. കലോത്സവം ഗംഭീരമാവണം. ഞങ്ങൾ എല്ലാ സംസ്ഥാനം മുഴുവൻ ഇവിടെ വന്ന് എല്ലാവരും കണ്ട് ആസ്വദിച്ച് പോകണം. അതാണ് നമ്മൾ ആവശ്യം. അത് ഒരു തടസ്സം കൂടാതെ നടക്കണം. 14-ന് ആരംഭിക്കുന്ന മത്സരങ്ങൾ ഒരാഴ്ച പിന്നിട്ട് 20-നാണ് സമാപിക്കുക. MSP പരേഡ് ഗ്രൗണ്ട്, കോട്ടപ്പടി മൈതാനം, സെന്റ് ജമാസ് HSS എന്നിവയാണ് പ്രധാന വേദികൾ. മൊത്തം 17 വേദികൾ. കലോത്സവത്തോടനുബന്ധിച്ച് 10,000 മലപ്പുറത്തെത്തുമ്പോൾ മതിയായ താമസ സൗകര്യങ്ങളോ ഭക്ഷണശാലകളോ ഇവിടെ ഇല്ല എന്നത് ന്യൂനതയാണ്. എങ്കിലും നഗരം ഒരുങ്ങിക്കഴിഞ്ഞു 53ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി. മലപ്പുറം മിനുക്കുമണികളിലാണ് കൗമാരകലയുടെ മാമാങ്കത്തിനായി. ഒപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള നടത്തുമ്പോൾ അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള വേവലാതിയും പോരായ്മയും മലപ്പുറത്തിനുണ്ട് എന്നുള്ളതാണ് TCVക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം കോട്ടപ്പുറത്തെ 2ാം നമ്പർ വേദിക്ക് മുമ്പിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ.